നിങ്ങൾ പലതവണ ഈ ചിറക്ക് ബണ്ട് കെട്ടാണ്ട് ചീർപ്പിടാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്ക്, നിങ്ങൾ ശ്രദ്ധിക്ക്, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഫണ്ട് പാസ്സാക്കലുണ്ട്. ഇത് എവിടെ കൊണ്ടുവന്ന് കെട്ടല് നിങ്ങൾ? അല്ല ഇവിടെ തന്നെയാണ് സാറേ. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ? ഇവിടെ തന്നെ, ഈ സ്ഥലത്ത് തന്നെ. അത് ചിറല്ലേ? എവിടെ സാറേ? ഞാൻ അവിടെ ഒരു മരം നോക്കി വെച്ചതാണ്. മരൊക്കെ മുറിച്ചു പോയിന്റ് ശ്രദ്ധിച്ചില്ല സാറേ. കാലം വരുന്നത് വീട്, പുതിയ വീട് വരെ വന്നില്ല ഇവിടെ. അതെ, വീടുകൾ വന്നു, പുതിയ റോഡ് എന്താകെ മാറി സാറേ. ആകെ മാറിക്കണം ഇവിടെ. ഒരു കൊല്ലം കൊണ്ട് ഭയങ്കര ചേഞ്ചാ വന്നത്. മനസ്സിലാവില്ല എനിക്ക്. എന്താ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന് മനസ്സിലാവില്ല. നേരെ വെളുക്കുമ്പോ തുടങ്ങി നടത്തണാണ്. ഇടത്തോട്ടൊന്ന് പോയാലേ നിങ്ങൾ ഈ ഇടത്തോട്ട് വലത്തോട്ട് എന്ന് പറഞ്ഞിട്ട് നേരം കുറയിൽ നടക്കണേ. നിങ്ങൾ ഏത് സ്ഥലമാണെന്ന് ശരിക്കും പറയും. നിങ്ങൾ ഇടത്തും വലത്തും വിട്ടിട്ട് സ്ട്രെയിറ്റ് ഇതിന്റെ കാര്യം ഒന്ന് പറയും. അത് പറയും. നിങ്ങൾ ഒരു പണി ചെയ്താലോ? മുമ്പ് ചായ കുടിച്ചിട്ട് തെരഞ്ഞാലോ? ഇനി വന്ന് ചായ ഊണ് കഴിക്കാറില്ല. മൂന്നാമത്തെ ചായ ഇപ്പൊ കുടിക്കണത്. മുക്കാലായി ഊണ് കഴിക്കാൻ. ഊണില്ലാച്ച ചായ, ചായ ഇല്ലാച്ച ഊണില്ല. ഇവിടെ നല്ലൊരു പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലുണ്ട്, നല്ല ബീഫോ കിട്ടും. അല്ല, നിങ്ങൾ ഇന്നെ ഇവിടെ സദ്യക്ക് കൊണ്ടെന്ന് നിൽക്കുക അതോ ചിറ കാണിക്കാൻ കൊണ്ടെന്ന് നിൽക്കുക? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ സാറേ, നമ്മളിപ്പോ ഊണ് കഴിക്കാൻ പോണ കഴിയുന്നല്ലോ, അതിന് നേരെ തൊട്ടപ്പുറത്തെ വഴിയിലുണ്ട്. അവിടെ ചിറ? അവിടെ ചെറയില്ല, അവിടെ നല്ല നെല്ലിക്ക ഉപ്പിലിട്ട കിട്ടും. നെല്ലിക്ക അടിച്ചിട്ട് വണ്ടി കയറാം. അത് നല്ല നെല്ലിക്ക. നിങ്ങൾ ഇന്റെ വീക്കെൻഡ്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പിന്നാലെ അടക്കം നിങ്ങൾ ചിറ കാണിക്കൊന്ന്. നെല്ലിക്ക തിന്നോണ്ട് പോകുമ്പോ നമ്മള് ചിറ കാണും. എന്തായാലും ചിറ കാണും. ഇവിടെ ഉണ്ട് സാറേ. എന്തോ ഒരു തിരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. വലിയ ചൊറയില്ല റബ്ബേ ഇത്. സാറേ നമുക്ക് വണ്ടി കയറാം സാറേ. ആൾക്കാരൊക്കെ നോക്കി തുടങ്ങിയത് എന്തിന്റെ ഊഞ്ചിട്ട്. ഇപ്പൊ നമ്മൾ ഈ വഴിക്ക് വന്നൊരു കാര്യല്ലേ സാറേ, ഇത് മറ്റേ പനങ്ങാട് ചിറയാണ്. പനങ്ങാട് ചിറയിലേക്ക് നമുക്ക് പോണ്ടല്ലോ. അല്ല സാറ് തൽക്കാലം പനങ്ങാട് ചിറ കാണട്ടെ. എന്തെന്നാ നിങ്ങള് പറഞ്ഞു? ഏതെങ്കിലും ഒരു ചിറ കാണിക്കാനപ്പ കൊണ്ടുവന്ന് നമ്മളൊരു ആവശ്യത്തിന് ഇറങ്ങുമ്പോ അതല്ലേ കാണിക്കാം. അല്ല, പനങ്ങാട് ചിറ കാണുമ്പോൾ ഇപ്പൊ 5-6 വാടപ്പ കഴിഞ്ഞ് അതെ ഇതുവരെ കണ്ടില്ല ഒരു ചിറ. സാറ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളല്ലേ ബൈക്ക് വരില്ല. എന്താ കാണിക്കണേ? പാമ്പ് വച്ചിട്ടാ. പാമ്പല്ലാതെ ഒരു അരണേനിന്ന് കെട്ടി മറിഞ്ഞ് വീണായിരുന്നു ഇപ്പൊ ഇവിടെ. എന്തൊക്കെ നിങ്ങൾ കാണിക്കണേ? അതെ, നിക്ക് 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 നിക്ക്. നേരം വെളുക്കുമ്പോ തൊട്ടൊരു നായ നടക്കണ മാതിരി നടക്കില്ലേ ഞങ്ങളുടെ പിന്നാലെ? നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ? സാറിന് ഇത് കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞമ്മക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ലായിരുന്നല്ലോ ഇത്. അപ്പോഴും എനിക്ക് കാണണമെന്ന് പറഞ്ഞ എന്റെ കുടുംബത്തിന് കായ് കൊടുത്ത് മേടിക്കാളാ ചേരത്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരേമാതിരി ഉത്തരവാദിത്തല്ലേ? എന്നാലും ഇപ്പൊ ഈ ചിറ എവിടെയാണെന്ന് എനിക്ക് നിങ്ങൾ എന്താ മോളിക്ക് നോക്കണേ? ചന്ദ്രല്ല ചെറഞ്ഞ് ആലോചിക്കാൻ കണ്ടൊരു സമയം. എന്ത് പൊട്ടറാണ് ഞാന്. അതിപ്പോ എല്ലാവർക്കും അറിയില്ലേ? നോക്ക് സാറേ, ഇതാണ് വഴി. ഈ വഴിയാണോ? ഓ ഇതന്നെ വഴി. ഈ വഴിയോ പറയണ്ടേ? മനസ്സിലാവാത്ത. അതെ, ഓ ഇവിടെ വന്നേ. അയ്യോ എന്തുകൊണ്ട് സാറേ? വീണോ? അല്ല അല്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. എന്തായി? നിങ്ങളിപ്പോ നേരം വെളുക്കുമ്പോ തൊട്ട് ആ വഴി, ഈ വഴി, മറ്റേ വഴി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിന്നാലെ കണ്ടെത്തി ഇതാണ് വഴി. അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടന്നിക്ക് ശരിയാവില്ല. നിങ്ങൾ ഈ പറഞ്ഞോടത്തൊന്നും ഇപ്പൊ ചിറ കണ്ടില്ല. കാണാ പറഞ്ഞ ഞങ്ങൾക്ക് നേരം വെളുക്കുമ്പോ നടന്നിട്ട് ഈ മറ്റേ ചായയും വെള്ളവും കുടിക്കലും പരിപ്പോട തിന്നലും നെല്ലിക്ക തിന്നലും അല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എത്തിണ്ടോ? ഇനി ഇപ്പൊ എവിടെ നിങ്ങൾ ഇന്നെ കൊണ്ടുപോകണം? ഇഞ്ചി മുട്ടായി മേടിക്കാനോ? അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. ആ മതി നിങ്ങൾ വഴി പറഞ്ഞു. അല്ല ഞാൻ നിൽക്കാം. അവിടെ ഒരാൾ വരണ്ടേ, ഞാൻ മൂപ്പരടുത്ത് ചോദിക്കാം. ചേട്ടാ ഒന്നിട്ട് പോയി ഒന്നിട്ട് വാ. നിങ്ങൾ ഇവിടുത്തെ താമസക്കാരനാണോ? ഞാൻ ഇവിടെ വീട്ടിൽ താമസിക്കുന്നു. അതെ ചേട്ടാ, ഈ സർവേ നമ്പർ 360/2 അത് എവിടെയായിട്ടാ വരിക? സർവേ നമ്പർ 360/2 ബാർ 2 ഒന്നുമില്ല, 1 മാത്രമേ. അത് തൊട്ടടുത്തുണ്ട്. അവിടെ ബിയർ മാത്രം കിട്ടുള്ളൂ. അതെ, ആ ബാറല്ല. ഇവിടെ ഈ ചെറ ഉണ്ടോ? ചെറ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടൊരു ചെറ ഈ പരിസരത്ത് എവിടെയുണ്ടോ? ചെറ ഉണ്ടോ? ഇവിടെ ചെറൊന്നുമില്ല. ഇത് വർഗീസ് പോലാനുള്ള സ്ഥലമാണ്. അത് അയാൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. അല്ലാണ്ട് ചെറ ഇല്ല ഇവിടെ അല്ലേ? എന്റെ പൊന്നു സാറ്, അങ്ങനെ ചെറ ഇവിടെ ഇല്ല. ഇത് സാറിന് വരുന്ന പട്ടം കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കുള്ളൂ.
എന്നാ ശരി നിങ്ങൾ പോയിക്കോളി. ഓ സത്യശീല, അങ്ങനെ ഈ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്താ പറയാളെ? പറയുമ്പോൾ സാറേ നിങ്ങൾക്ക് എന്താ പറയാളെ? ഒന്നും പറയാല്ല. നിങ്ങൾ പറഞ്ഞേക്ക് മനസ്സിലാവണില്ലോ. നിങ്ങൾ എണീക്ക് അവിടെ നിങ്ങൾ ഉദ്യോഗസ്ഥനല്ലേ? നമ്മളെ കഴിച്ചിലാക്കണം. എനിക്ക് പെരയിൽ വിവാഹമായി എത്തിയ 3 പെൺകുട്ടികളാണ്. നിങ്ങളുടെ കുടുംബം ഈ ചെറിയ തമ്മിൽ എന്താ ബന്ധം? കഥ പിടുത്തം കിട്ടാത്തേ സാറേ സത്യത്തില് ഇങ്ങനൊരു ചെറയില്ല സാറേ. ചെറല്ലേ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ചെറയാ. ഉണ്ടാക്കിയ ചെറ എവിടെ? അത് കാണിക്ക്. അല്ല സാറേ, അത് പറഞ്ഞുണ്ടാക്കിയ ചെറിയാണ്. അപ്പൊ എന്തിനാണോ നിങ്ങൾ ഉണ്ടാക്കി ഈ സാങ്കല്പിക ചെറയിലേക്ക് ഈ പോരി വയലത്ത് ഇന്നേം കൊണ്ട് നടന്നത്? നിങ്ങള് സാറിന് ചെറ കാണണമെന്ന് പറഞ്ഞോണ്ട് ചെറ കാണണമെന്ന് പറഞ്ഞാൽ അതെ എന്റെ ശ്രമം നയിച്ചിട്ട് നിൽക്കാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അനവധി തവണ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ചെറയുടെ പേരും പറഞ്ഞിട്ട് ഫണ്ട് എഴുതി പാസ്സാക്കി തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതൊക്കെ എവിടെ കൊണ്ടായിരുന്നു നിങ്ങള്? എവിടെ കൊണ്ടായിരുന്നു നിങ്ങള്? ജീവിക്കാൻ വേണ്ടിട്ട്. ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ശമ്പളമല്ലോ ഈ ജാതി പണിയാ ചെയ്യാ. ഇനി അതും പോകാനിട്ട് അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഈ പൊരി വലിച്ചിട്ട് നടത്തുക നായന്റെ മാതിരി. ഇത് ഞാൻ നടപടി എടുക്കും. ഇല്ല സാറ് വിചാരിച്ചാലേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എന്റെ ജോലി നോക്കണ്ടേ? ഞാനിത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ അങ്ങനെ ഇല്ലാത്ത ചരക്ക് ഞാൻ പോയി കണ്ടു പറഞ്ഞിട്ട് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്ത് വെക്കാം. 3 കുടുംബത്തിനെ ഓർത്തിട്ടെങ്കിലും സാറാ ഒന്ന് ചെയ്തു. ഒരു കുടുംബം കുട്ടിച്ചോറായി പോകും സാർ. കരയാണ്ടിക്കങ്ങളെ തീരുമാനം ഉണ്ടാക്കാണ്ട് പറ്റുമോ? സാർ തീരുമാനം എടുക്കും. കരയല്ലേ? നമുക്ക് ഈ ചെറ അങ്ങോട്ട് മൂടാ. അല്ല സാറേ, അങ്ങനെ ഒരു ചെറ ഇല്ലല്ലോ. ഇല്ലാത്ത ചെറ മെയിൻറ്റെയിൻ ചെയ്യാച്ചാ പിന്നെ മൂടണോണ്ട് എന്താ നിങ്ങൾക്ക്? എന്നാ പിന്നെ മൂടാ സാറേ. അതാ മൂടിക്കളാ. പിന്നെ ആ വകുപ്പിൽ നമുക്ക് കുറച്ച് വരുമല്ലോ. വരവും പോക്കൊക്കെ ഞാൻ പിന്നീട് തീരുമാനിക്കാം. അപ്പൊ അത് ഈ മൂടേണ്ട കാര്യം ഒന്ന് ആലോചിക്കും. ഈ ചെറക്ക് എത്ര ആയം വരും? അത് 5 അടി വരും സാറേ. 5 പോരാ, ഒരു 7 അടി വരും. അതും പോരാ. ഇതിന്റെ നീളവും വീതി എത്രയാണ്? വീതി ഒരു 12 അടി 15 വരെയൊക്കെ ഉണ്ടാവും. നീളം നമ്മളൊരു 10, 28, 30 പോരാ. ഇതിന് ഒരു 40 അടി നീളം വരും, 30 അടി വീതിയും വരും, 10 അടി ആയം വരും. വലിയ ചെറിയാണ്. ഇത് മൂടണമെങ്കിൽ ഇത്തിരി ചെലവ് വരും എന്നർത്ഥം. സാറേ അപ്പൊ ഒരു 5-5.5 ലക്ഷം ഉറുപ്പിയോളം വരും. വരട്ടടോ, കോൺട്രാക്ടറെ ഏൽപ്പിക്കണ്ടേ? ടെൻഡർ കൊടുക്കണോ? നമ്മൾ പറഞ്ഞ കേൾക്കണ കോൺട്രാക്ടേഴ്സ് ഉള്ളൂ ഇവിടെ. മതിയല്ലോ. അപ്പൊ ഈ ചെറ മൂടൽ പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ പങ്ക് പറ്റാൻ ആരും വരാൻ നിൽക്കണ്ട. അയ്യോ അതെന്താ? അത് കിട്ടൂല, അത് ഞാൻ എടുക്കും. അങ്ങോട്ട് പറയാ. അതിപ്പോ ഒരു പാലട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? അപ്പൊ കണ്ട വർഷം ഈ ചെറയുടെ മുകളിൽ കൂടെ ഒരു പാലിട്ടിട്ട് അയവ് വഴി ഇങ്ങോട്ട് ഒന്നും വന്നില്ലല്ലോ. വന്നോ? അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കാം. അല്ല, ഇത് പുതിയ പാലായതുകൊണ്ട് ആ പുതിയ പാലത്തിന്റെ പണി ഞാൻ നോക്കിക്കോളാം കേട്ടോ. മതി. എന്നാ വണ്ടി എടുത്തോളി. അപ്പൊ ഫ്ലാറ്റ് വാങ്ങണ കാര്യത്തിൽ ഒരു തീരുമാനമായി. മറിമായം